ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥൈകോനവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. അവധാര്യ വിരിഞ്ചസ്യ നിർവ്യളീകാമൃതം വചഃ പ്രഹസ്യ പ്രേമഗർഭേണ തദാപാംഗേന സോ ഗൃഹീത് തതഃ സപത്നം മുഖതശ്ചരന്തമകുതോ ഭയം ജഘാനോൽപത്യഗദയാ ഹനാവസുരമക്ഷജഃ. സാ ഹതാ തേന ഗദയാ വിഹതാ ഭഗവത്കരാത് വിഘൂർണിതാപതത്രേജേ തദദ്ഭുതമിവാഭവത്. സ തദാ ലബ്ധതീർത്ഥോപി ന ബബാധേ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മ വിശ്വക്സേനം പ്രകോപയൻ. ഗദായാം അപവിദ്ധായാം ഹാഹാകാരേ വിനിർഗതേ മാനയാമാസ തദ്ധർമ്മം സുനാഭം ചാസ്മരത് വിഭുഃ. തം വ്യഗ്രചക്രം ദിതിപുത്രാധമേന സ്വപാർഷദമുഖ്യേന വിഷജ്യമാനം ചിത്രാവാചോ തദ്വിദാം ഖേചരാണാം തത്രാസ്മാസൻ സ്വസ്തിദേമും ജഹീതി. സത്വം നിശാമ്യാത്തരഥാംഗമഗ്രതോ വ്യവസ്ഥിതം പത്മപലാശലോചനം വിലോക്യ ചാമർഷപരിപ്ലുതേന്ദ്രിയോ രുഷാ സുദന്തച്ഛദമാദശ്വസൻ. കരാളദംഷ്ട്രശ്ചക്ഷുർഭ്യാം സംജക്ഷാണോ ദഹന്നിവ അഭിപ്ലുത്യ സഗദയാ അതോ സാത്യാഹനദ്ഹരിം. പദാസവ്യേന താം സാധോ ഭഗവാൻ യജ്ഞസൂകരഃ ലീലയാമിഷതഃ ശത്രോ പ്രാഹരദ്വാതരം ഹസം. ആഹചായുധമാഥൽസ്വ ഘടസ്ത്വം ജിഗീഷസി ഇത്യുക്ത സതയാ ഭൂയസ്താടയൻ വ്യനദദ്ഭൃശം. താം സ ആപതതിം വീക്ഷ്യ ഭഗവൻ സമവസ്ഥിതഃ ജഗ്രാഹലീലയാ പ്രാപ്താം ഗരുന്മാനിവ പന്നഗീം. സ്വപൗരുഷേ പ്രതിഹതേ ഹതമാനോ മഹാസുരഃ നൈച്ഛദ്ഗദാം ദീയമാനാം ഹരിണാ വിഗതപ്രഭഃ. ജഗ്രാഹത്രിശിഖം ശൂലം ജലജ്വലനലോലുപം യജ്ഞായ ധൃതരൂപായ വിപ്രായാഭിചരന്യഥാ. തദോജസാ ദൈത്യ മഹാഭടാർപ്പിതം ചകാസദന്തഃ ഉദീർണദീധിതി ചക്രേണ ചിച്ഛേദ നിഷാദം നേമിന ഹരിര്യഥാ താക്ഷ്യപതത്രമുജ്ജിതം. വൃക്ണേ സ്വശൂലേ ബഹുധാരിണോ ഹരേഃ പ്രത്യേത്യ വിസ്തീർണമുരോ വിഭൂതിമത് വിപ്രവൃദ്ധരോഷ സ കഠോരമുഷ്ടിനാ നദൻ പ്രഹൃത്യാന്തരധീയദാസുരഃ. തേനേത്തമാഹത ക്ഷത്തർഭഗവാൻ ആദിസൂകരഃ നാകമ്പതമനാക്വാപി സ്രജാഹത ഇവ ദ്വിപഃ. അഥോരുധാസൃജന്മായാം യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജാസ്ത്രസ്താ മേനിരേസ്യോപസംയമം. പ്രവവുർവായവശ്ചണ്ഡോസ്തമഃ പാംസാവമൈരയൻ ദിഗ്ഭ്യോ നിപേതുർഗ്രാവാണഃ ക്ഷേപണൈഃ പ്രഹിതാ ഇവ. ദ്യൗർനഷ്ടഭഗണാഭ്രൗഘൈഃ സവിദ്യുസ്തനയിത്നുഭിഃ വർഷദ്ഭിഃ പൂയകേശാസൃഗ് വിൺമൂത്രാസ്ഥീനി ചാസകൃത്. അടുത്തത് 20-ാമത്തെ ശ്ലോകം. ഗിരയാ പ്രത്യദൃശ്യന്ത നാനായുധമുചോൻ അഖ ദിഗ്വാസസോ യാതുധാന്യഃ ശൂലിന്യോ മുക്തമൂർധജാഃ. ഗിരയഃ പ്രത്യദൃശ്യന്ത നാനായുധമുചോനഖ ദിഗ്വാസസോ യാതുധാന്യഃ ശൂലിന്യോ മുക്തമൂർധജാഃ. അല്ലയോ അനഘ, പരിശുദ്ധാത്മാവേ, യാതൊരു വിധത്തിലുള്ള അഖങ്ങളും ഇല്ലാത്തവനേ നർത്ഥം. ഗിരയഃ പ്രത്യദൃശ്യന്ത നാനായുധമുചോനഖ. അല്ലയോ അനഘ, പർവ്വതങ്ങൾ പലതരം ആയുധങ്ങൾ എറിയുന്നവയായിട്ട്. ഗിരയഃ പ്രത്യദൃശ്യന്ത നാനായുധമുചോനഖ. ഗിരയഃ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ.
നാനായുധമുജഹ പലതരം ആയുധങ്ങൾ എറിയുന്നവയായിട്ട് കണ്ടു. മുക്തമൂർധജാഹ ആ തലമുടി അഴിച്ചിട്ടിട്ട് നഗ്നകളായിരിക്കുന്ന ദിഗ്വാസസഹ നഗ്നകളായിരിക്കുന്ന രാക്ഷസ സ്ത്രീകൾ ശൂലമേന്തി നിൽക്കുന്നതായിട്ടും കാണപ്പെട്ടു. വളരെ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. അല്ലയോ പരിശുദ്ധ ആത്മാവേ അനഘ, പർവ്വതങ്ങൾ നാനാവിധത്തിലുള്ള ആയുധങ്ങൾ എറിയുന്നവയായിട്ടും തലമുടി അഴിച്ചിട്ട് നഗ്നകളായിരിക്കുന്ന രാക്ഷസ സ്ത്രീകൾ ശൂലമേന്തി നിൽക്കുന്നതായിട്ടും അവിടെ കാണപ്പെട്ടു എന്നാണ് പറഞ്ഞു. ഗിരയ പ്രത്യദൃശ്യന്ത നാനായുധമുചോനഖ ദിഗ്വാസസോ യാതുധാന്യ ശൂലിന്യോ മുക്തമൂർധജാഹ. ഇപ്പോഴത്തെ പദങ്ങള് ഹേ അനഘാലയോ പരിശുദ്ധാത്മാവേ, ഗിരയഹ പർവ്വതങ്ങൾ, നാനായുധമുചഹ പലതരം ആയുധങ്ങൾ എറിയുന്നവയായും, മുക്തമൂർധജാഹ തലമുടി അഴിച്ചിട്ട, ദിഗ്വാസസഹ നഗ്നകളായ, യാതുധാന്യ രാക്ഷസ സ്ത്രീകൾ, ശൂലിന്യ ശൂലമേന്തി നിൽക്കുന്നതായും പ്രത്യദൃശ്യന്ത കാണപ്പെട്ടു. ഒന്നും കൂടി പറയാം. ഹേ അനഘ അല്ലയോ പരിശുദ്ധാത്മാവേ, ഗിരയ പർവ്വതങ്ങൾ, നാനായുധമുചഹ പലതരം ആയുധങ്ങൾ എറിയുന്നവനായിട്ടും, മുക്തമൂർധജാഹ തലമുടിയഴിച്ചിട്ട, ദിഗ്വാസസഹ നഗ്നകളായ, യാതുധാന്യ രാക്ഷസ സ്ത്രീകൾ, ശൂലിന്യ ശൂലമേന്തി നിൽക്കുന്നതായും പ്രത്യദൃശ്യന്ത. പലത്തെ അന്വയം ഹേ അനഘ ഗിരയ നാനായുധമുചഹ മുക്തമൂർധജാഹ ദിഗ്വാസസഹ യാതുധാന്യ ശൂലിന്യ പ്രത്യദൃശ്യന്ത. എന്നുകൂടി പറയാം. ഹേ അനഘ ഗിരയ നാനായുധമുചഹ മുക്തമൂർധജാഹ ദിഗ്വാസസഹ യാതുധാന്യ ശൂലിന്യ പ്രത്യദൃശ്യന്ത. അതായത് അല്ലയോ പരിശുദ്ധാത്മാവേ, പർവ്വതങ്ങൾ പലതരം ആയുധങ്ങൾ എറിയുന്നവനായും, തലമുടി അഴിച്ചിട്ട് നഗ്നകളായിരിക്കുന്ന രാക്ഷസ സ്ത്രീകൾ ശൂലമേന്തി നിൽക്കുന്നതായിട്ടും കാണപ്പെട്ടു. പർവ്വതങ്ങൾ പലതരം ആയുധങ്ങൾ എറിയുന്നവയായിട്ടും, തലമുടി അഴിച്ചിട്ട് നഗ്നകളായിരിക്കുന്ന രാക്ഷസ സ്ത്രീകൾ ശൂലമേന്തി നിൽക്കുന്നതായിട്ടും കാണപ്പെട്ടു. അനഘ വിതുര, നാനാതരം ആയുധങ്ങൾ വർഷിക്കുന്ന പർവ്വതങ്ങളും, നഗ്നകളും ശൂലം ധരിച്ചവരും അഴിച്ചിട്ട മുടിയോട് കൂടിയവരുമായിരിക്കുന്ന രാക്ഷസികളും അവിടെ കാണപ്പെട്ടു. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇടിയും മിന്നലും കലർന്നിരിക്കുന്ന മേഘങ്ങൾ ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നതിനാൽ നക്ഷത്രപ്രകാശം ഇല്ലാതെയായി. ദുർഗന്ധമുള്ള രക്തം, മലമൂത്രം, അസ്ഥി, തലരോമം മുതലായവ ഇടതടവില്ലാതെ വർഷിച്ചിരുന്നു. ഹേ അനഘ, പർവ്വതങ്ങൾ നാനാവിധങ്ങളായിരിക്കുന്ന ആയുധങ്ങളെ പ്രയോഗിക്കുന്നതായി കാണപ്പെട്ടു. തലക്കെട്ടഴിഞ്ഞും ശൂലാദ്യായുധങ്ങളെ ധരിച്ചും ഇരിക്കുന്ന ആ രാക്ഷസ സ്ത്രീകളെ രാക്ഷസ സ്ത്രീകളെ കാണാറായി. ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അതിന്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ദിഗ്ഭ്യോ ഗ്രാവണഃ പേതുഃ അഭ്രസമൂഹൈഃ നഷ്ടഭഗടാം ദ്യൗരാസീത് മേഘാഃ ക്ലേശാസൃഗ്വിൺമൂത്രാസ്ഥീനി വവൃഷു. ഇതൊക്കെ ഇന്നലെ പറഞ്ഞാണ്. ഗിരയോ നാനായുധാനി,
പല വിധത്തിലുള്ള ആയുധങ്ങളെ അവിടെ വർഷിച്ചു. ക്ഷിപന്തസ്തഥാ നഗ്നാഹ, അങ്ങനെ അതൊക്കെ അവിടെ പതിച്ചു. നഗ്നകളായിരിക്കുന്ന യാതുധാന്യ രാക്ഷസ സ്ത്രീകൾ ദൃശ്യന്ത, അവരെ കാണപ്പെട്ടു. നഗ്നാഹ യാതുധാന്യശ്ചാദൃശ്യന്ത ഗിരയോ നാനായുധാനി ക്ഷിപന്തസ്തഥാ നഗ്നാഹ യാതുധാന്യശ്ചാദൃശ്യന്ത ആണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ബഹുഭിര്യക്ഷോഭിഃ പത്യശ്വരഥകുഞ്ചരൈഃ ആതതായിഭിരുത്സൃഷ്ട ഹിംസ്രാ വാചോദിവൈശസാഃ. ബഹുഭിര്യക്ഷരക്ഷോഭിഃ പത്യശ്വാരഥകുഞ്ചരൈഃ ആതതായിഭിരുത്സൃഷ്ട ഹിംസ്രാ വാചോദിവൈശസാഃ. അതായത് പത്യാശ്വരഥ കുഞ്ചരഹി എന്ന് പറഞ്ഞാൽ കാലാൾ, കുതിര, തേര് എന്നിവയോടുകൂടെ ആതതായിഭി ആയുധമേന്തിയിട്ട് ബഹുഭി അസംഖ്യം യക്ഷസ്സുകളാൽ കഠിനങ്ങളും ഹിംസ്രാവാചികളും ആയിരിക്കുന്ന ശബ്ദങ്ങൾ അവിടെ ഇങ്ങനെ പുറപ്പെടുവിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് നോക്കാതെ പദങ്ങൾ നോക്കാം. പത്യശ്വരഥ കുഞ്ചരേഹി, കാലാൾ, കുതിര, തേര്, ആന എന്നിവയോടെ ആതതായിഭി ആയുധമേന്തി ബഹുഭി അസംഖ്യം യക്ഷരക്ഷോഭി യക്ഷരക്ഷസുകളാൽ അതിവൈശസാഹ കഠിനങ്ങളും ഹിംസ്രാഹ ഹിംസാവാചികളും ആയ വാചക ശബ്ദങ്ങൾ ഉത്സൃഷ്ടാഹ പുറപ്പെടുവിക്കപ്പെട്ടു. പത്യശ്വരഥ കുഞ്ചരൈഹി കാലാൾ, കുതിര, തേര്, ആന എന്നിവയോടെ ആതതായിഭി ആയുധം ഏന്തി ബഹുഭി അസംഖ്യം യക്ഷരക്ഷോഭി യക്ഷരക്ഷസുകളാൽ അതിവൈശസാഹ ആ കഠിനങ്ങളും ഹിംസ്രാഹ ഹിംസാവാചികളും ആയ വാചക ശബ്ദങ്ങൾ ഉത്സൃഷ്ടാഹ പുറപ്പെടുവിക്കപ്പെട്ടു. അതിലത്തെ അന്വയം വരുന്നത് പത്യശ്വരഥ കുഞ്ചരൈഹി ആതതായിഭിഹി ബഹുഭിഹി യക്ഷരക്ഷോഭിഹി അതിവൈശസാഹ ഹിംസ്രാഹ വാചക ഉത്സൃഷ്ടാഹ. പത്യശ്വരഥ കുഞ്ചരൈഹി ആതതായിഭിഹി ബഹുഭിഹി യക്ഷരക്ഷോഭിഹി അതിവൈശസാഹ ഹിംസ്രാഹ വാചക ഉത്സൃഷ്ടാഹ. അതായത് ആ കാലാൾ, കുതിര, തേര്, ആന എന്നിവയോടെ ആയുധങ്ങൾ ഏന്തിയിട്ട് അസംഖ്യം യക്ഷസ്സുകളാൽ കഠിനങ്ങളും ഹിംസാവാചികളും ആയിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കപ്പെട്ടു. ഒന്നുകൂടി പറയാം. കാലാൾ, കുതിര, തേര്, ആന എന്നിവയോടെ ആയുധമേന്തിയിട്ട് അസംഖ്യം യക്ഷരക്ഷസ്സുകളാൽ കഠിനങ്ങളും ഹിംസാവാചികളും ആയിരിക്കുന്ന ശബ്ദങ്ങൾ അവിടെ പുറപ്പെടുവിക്കപ്പെട്ടു. പലതരക്കാരായിരിക്കുന്ന ഹിംസാശീലരായിട്ടുള്ള യക്ഷരക്ഷസുകളാലും ചതുരംഗ സൈന്യങ്ങളാലും ക്രൂരങ്ങളും ഹിംസോദ്യോതകങ്ങളുമായിരിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കപ്പെട്ടു. ഹിംസാ സ്വഭാവമുള്ളവരും ആന, തേർ, കാലാൾപ്പടകളോട് കൂടിയവരും ആയ യക്ഷസ്സുകളും രക്ഷസ്സുകളും സംഘമായി പുറപ്പെട്ടതായി കാണപ്പെടുകയും അവർ പറയുന്ന അതിക്രൂര വാക്കുകൾ കേൾക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതിലെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തഥാ യക്ഷരക്ഷോഭിച്ഛിന്തി മാരയേത്യവം വാചഃ ഉത്സൃഷ്ട. യക്ഷരക്ഷസ്സുകളും കൂടി മാരയേത്യവം അങ്ങനെ അടിക്കുകയാണോ തോന്നും. അത്രയും കഠിനമായിരിക്കുന്ന ക്രൂരമായ വാക്കുകൾ അവിടെ വാചഃ ഉത്സൃഷ്ടാഹ. തഥാ യക്ഷരക്ഷോഭിച്ഛിന്തി
മാരയേത്യവം വാചഃ ഉത്സൃഷ്ടാഃ ആണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 22. പ്രാദുഷ്കൃതാനാം മായാനാം ആസുരീണാം വിനാശയൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുക്തദൈതം ത്രിപാത്. പ്രാദുഷ്കൃതാനാം മായാനാം ആസുരീണാം വിനാശയൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുക്തദൈതം ത്രിപാത്. പ്രാദുഷ്കൃതാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷീഭവിച്ച ആസുരീണാം ആസുരികളായിരിക്കുന്ന മായാനാം മായകളെ നശിപ്പിക്കാൻ മൂന്ന് പാദങ്ങളുള്ള ഭഗവാൻ പ്രിയങ്കരമായിരിക്കുന്ന ആ സുദർശന ചക്രത്തെ പ്രയോഗിച്ചു. പ്രാദുഷ്കൃതാനാം മായാനാം പ്രത്യക്ഷീഭവിച്ചിരിക്കുന്ന ദുഷ്കൃതങ്ങള് പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്ന ദുഷ്കൃതങ്ങളും മായാനാം ആസുരികളായിരിക്കുന്ന മായാനാം ആസുരീണാം ആസുരികളായിരിക്കുന്ന മായകളും ഇവയൊക്കെ നശിപ്പിക്കാനായിക്കൊണ്ട് ത്രിപാദ് മൂന്ന് പാദങ്ങളുള്ള ഭഗവാൻ ദൈതം പ്രിയങ്കരമായിരിക്കുന്ന സുദർശനാസ്ത്രം സുദർശന ചക്രത്തെ പ്രയോഗിച്ചു. പദങ്ങൾ നോക്കാം. പ്രാദുഷ്കൃതാനാം പ്രത്യക്ഷീഭവിച്ച ആസുരീണാം ആസുരികളായിരിക്കുന്ന മായാനാം മായകളെ വിനാശയൻ നശിപ്പിക്കാൻ ത്രിപാദ് മൂന്ന് പാദങ്ങളുള്ള ഭഗവാൻ ദൈതം പ്രിയങ്കരമായിരിക്കുന്ന സുദർശനാസ്ത്രം സുദർശന ചക്രത്തെ പ്രയോഗിച്ചു. പ്രാദുഷ്കൃതാനാം ആസുരീണാം മായാനാം ത്രിപാദ് ഭഗവാൻ ദൈതം സുദർശനാസ്ത്രം പ്രായുക്ത. അതായത് അന്വയം ആയിട്ട് വരും. പ്രാദുഷ്കൃതാനാം ആസുരീണാം മായാനാം വിനാശയൻ ത്രിപാദ് ഭഗവാൻ ദൈതം സുദർശനാസ്ത്രം പ്രായുക്ത. പ്രത്യക്ഷീഭവിച്ച ആസുരികളായിരിക്കുന്ന ആ മായകളെ നശിപ്പിക്കാൻ മൂന്ന് പാദങ്ങളുള്ള ഭഗവാൻ ആ പ്രിയങ്കരമായിരിക്കുന്ന സുദർശനാസ്ത്രത്തെ പ്രയോഗിച്ചു. ഇവിടെ ശൂലം നഷ്ടപ്പെട്ടപ്പോൾ ഹിരണ്യാക്ഷൻ മഹാലക്ഷ്മിയുടെ ആവാസസ്ഥാനമായിരിക്കുന്ന ഭഗവാന്റെ വക്ഷത്തിൽ മുഷ്ടിപ്രഹരം നടത്തി. ഈ പ്രയോഗം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആനയെ പൂമാല കൊണ്ട് അടിക്കുന്നത്ര നിസ്സാരമായിരുന്നു. ഇതൊക്കെ ഇന്നലെ പറഞ്ഞു. വരാഹമൂർത്തി ഇതുകൊണ്ടൊന്നും ഇളകിയില്ല. അതും വിഫലമായപ്പോൾ യോഗമായയുടെ അധിപനായിരിക്കുന്ന ഭഗവാങ്കൽ ഹിരണ്യാക്ഷൻ മായാപ്രയോഗങ്ങൾ തുടങ്ങി. അപ്പോൾ കൊടുങ്കാറ്റടിച്ചു. പൊടിപടലത്താൽ ദിഗന്ധരങ്ങൾ അന്ധകാരം ആയി. കവണകൾ കൊണ്ട് എറിയപ്പെട്ടതുപോലെ പല ദിക്കിൽ നിന്നും കല്ലുകൾ വന്ന് വീണ് ഇടിയും മിന്നലും ഉണ്ടായി. മേഘങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതും തലമുടി നാര് രക്തം മലം മൂത്രം ഇവയെല്ലാം കലർന്നതുമായിട്ടുള്ള വൃഷ്ടികളുണ്ടായി. ആകാശം ഇരുണ്ട് നക്ഷത്രങ്ങൾ അദൃശ്യങ്ങളായി എന്നൊക്കെ പറഞ്ഞു. പർവ്വതങ്ങൾ അസ്ത്രങ്ങൾ അയക്കുന്നത് പോലെ കാണപ്പെട്ടു. ശൂലം ധരിച്ചും തലമുടി അഴിച്ചിട്ടും കൊണ്ട് നഗ്നകളായ രാക്ഷസ സ്ത്രീകളെ അവിടെ കാണപ്പെട്ടു. ആയുധധാരികളായിട്ടുള്ള അനേകം യക്ഷരക്ഷസുകൾ, അനേകം കാലാൾ, കുതിര, തേർ, ആന ഇവകളും അവിടെ കാണപ്പെട്ടു. അതാണ് ഈ ശ്ലോകത്തില് പ്രാദുഷ്കൃതാനാം മായാനാം ആസുരീണാം വിനാശയൻ എന്നുള്ളതിന് പലതരക്കാരായിട്ടുള്ള യജ്ഞമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ പെട്ടെന്ന് അസുരൻ പ്രയോഗിച്ചിരിക്കുന്ന ആ മായയെ കണ്ടപ്പോൾ അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ആ സുദർശന ചക്രത്തെ പ്രയോഗിച്ചു. അതിലത്തെ അന്വയാർത്ഥം വരുന്നത് പ്രത്യക്ഷീഭവിച്ച ആസുരികങ്ങളായ മായകളെ നശിപ്പിക്കാൻ ആ മൂന്ന് പാദങ്ങളുള്ള ഭഗവാൻ പ്രിയങ്കരമായിരിക്കുന്ന തൻ്റെ ആ സുദർശന ചക്രത്തെ പ്രയോഗിച്ചു. അപ്പോൾ എന്താണ് പുറപ്പെട്ട് കാണപ്പെടുകയും ചെയ്തു. അതിക്രൂര വാക്കുകൾ കേൾപ്പിക്കപ്പെടുകയും ചെയ്തു. ഇപ്രകാരം ഉദ്ഭവിച്ചതായിട്ടുള്ള ആസുരീയമായ മായകളെ നശിപ്പിക്കുവാൻ ഭഗവാനായ യജ്ഞമൂർത്തി തൻ്റെ പ്രേമ പാത്രമായിരിക്കുന്ന സുദർശനത്തെ പ്രയോഗിച്ചു.
തഥാ യക്ഷരക്ഷോഭിച്ഛിന്തി മാരയേത്യവം വാചഃ ഉത്സൃഷ്ടാഃ തഥാ ഭഗവാൻ സുദർശനാസ്ത്രേണ സർവമായ അനാശയൽ. അങ്ങനെ ആ ഭഗവാൻ സുദർശനാസ്ത്രം കൊണ്ട് ആ സർവമായയെയും അവിടെ നശിപ്പിച്ചു. അനാശയൽ, നശിപ്പിച്ചു എന്നർത്ഥം. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം വരണം. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. തദാദിതോ സമഭവൽ സഹസാ ഹൃദി വേപഥു സ്മരന്ത്യാ ഭർതൃരാദേശം സ്തനാച്ചാസൃക് പ്രസുശ്രുവേ. തദാദിതേ സമഭവത് സഹസാ ഹൃദി വേപഥു സ്മരന്ത്യാ ഭർതൃരാദേശം സ്തനാച്ചാസൃക് പ്രസുശ്രുവേ. ആ ഭർത്താവിൻ്റെ നിർദ്ദേശം സ്മരിച്ച് ആ ദിതിയുടെ മനസ്സിൽ അപ്പോൾ പെട്ടെന്ന് വ്യഥ അനുഭവപ്പെട്ടു. സ്തനത്തിൽ നിന്നും രക്തം ചുരന്ന് ഒഴുകുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ദിതിയുടെ പുത്രനാണ് ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷൻ ഇങ്ങനെ ഹിരണ്യാക്ഷന് അടിയേറ്റപ്പോൾ ആ ഹിരണ്യാക്ഷന് അമ്മയായിരിക്കുന്ന ദിതിക്ക് ഭയങ്കര വേദനയുണ്ടായി. ഭർത്താവിൻ്റെ നിർദ്ദേശം സ്മരിച്ചു. ആ ദിതിയുടെ മനസ്സിൽ അപ്പോൾ പെട്ടെന്ന് വ്യഥ അനുഭവപ്പെട്ടു. സ്തനത്തിൽ നിന്നും അപ്പോൾ പാലൊഴുകുന്നതിന് പകരം രക്തം ചുരന്നൊഴുകുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ നിർദ്ദേശം സ്മരിച്ച ദിതേഹെ ആ ദിതിയുടെ ഹൃദി മനസ്സിൽ തദാ അപ്പോൾ സഹസാ പെട്ടെന്ന് വേപഥു വ്യഥ സമഭവത് അനുഭവപ്പെട്ടു. സ്തനത്തിൽ നിന്ന് അസൃക് രക്തം പ്രസുശ്രുവേ ചുരന്നൊഴുകുകയുണ്ടായി. എന്നുകൂടി പറയാം. ഭർത്താവിൻ്റെ നിർദ്ദേശം സ്മരന്ത്യാഹ സ്മരിച്ച ദിതേഹെ ആ ദിതിയുടെ ഹൃദി മനസ്സിൽ തദാ അപ്പോൾ സഹസാ പെട്ടെന്ന് വേപഥു വ്യഥ സമഭവത് അനുഭവപ്പെട്ടു. സ്തനത്തിൽ നിന്ന് അസൃക് രക്തം പ്രസുശ്രുവേ ചുരന്നൊഴുകുകയുണ്ടായി. അതായത് ഭർത്തുഹു ആദേശം സ്മരന്ത്യാഹ ദിതേഹെ ഹൃദി തദാ സഹസാ വേപഥുഹു സമഭവത് സ്തനാത് അസൃക് പ്രസുശ്രുവേ ച. എന്നുകൂടി പറയാം. ഭർത്തുഹു ആദേശം സ്മരന്ത്യാഹ ദിതേഹെ ഹൃദി തദാ സഹസാ വേപഥുഹു സമഭവത് സ്തനാത് അസൃക് പ്രസുശ്രുവേ ച. ഭർത്താവിൻ്റെ നിർദ്ദേശം സ്മരിച്ച അതിഥിയുടെ മനസ്സിൽ അപ്പോൾ പെട്ടെന്ന് വ്യഥ അനുഭവപ്പെട്ടു. അങ്ങനെ ആ സ്തനത്തിൽ നിന്നും രക്തം ചുരന്നൊഴുകുകയുണ്ടായി. എന്നുകൂടി പറയാം. ഭർത്താവിൻ്റെ ആദേശം സ്മരിച്ച ദിതിയുടെ മനസ്സിൽ അപ്പോൾ പെട്ടെന്ന് വ്യഥ അനുഭവപ്പെട്ടു. സ്തനത്തിൽ നിന്നും രക്തം ചുരന്ന് ഒഴുകുകയുണ്ടായി. അപ്പോൾ ആ ഭർത്താവിൻ്റെ ഓർത്ത ദിതിയുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു വിറയൽ ഉണ്ടായി. സ്തനത്തിൽ നിന്നും ചോര ഒലിക്കുകയും ചെയ്തു. എതിർച്ഛയാ ദിതിയുടെ മനസ്സിൽ ഭർത്താവായിരിക്കുന്ന കശ്യപൻ നിന്റെ പുത്രനെ ഭഗവാൻ അവതരിച്ചിട്ട് വധിക്കും എന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ള അത് ഓർമ്മ വന്നു. അപ്പോൾ ഹൃദയത്തിൽ ചലനമുണ്ടായി. അങ്ങനെ ആ സ്തനത്തിൽ നിന്നും രക്തം ഒഴുകി. അപ്പൊ ഇതില് വ്യാഖ്യാനം തദാ ദിതേർ ഹൃദി കമ്പോ ബഭുവ. അപ്പോൾ ദിതിയുടെ ഹൃദയം വിറച്ചു. സ്തനാത് രുധിരം ശുശ്രുവേ. സ്തനത്തിൽ നിന്നും രുധിരം രക്തം ശുശ്രുവേ അങ്ങനെ ഒഴുകി. തദാ ദിതേർ ഹൃദി കമ്പോ ബഭുവ സ്തനാത് രുധിരം ശുശ്രുവേ. സ്തനത്തിൽ നിന്നും ആ രക്തം അങ്ങനെ ഒഴുകാൻ തുടങ്ങി. അടുത്ത ശ്ലോകം. വിനഷ്ടാസു സ്വമായാസു ഭൂയശ്ചാവ്രജ്യ കേശവം രുഷോപഗൂഹമാനോമും
ദദൃശേ അവസ്ഥിതം ബഹിഃ വിനഷ്ടാസു സ്വമായാസു ഭൂയശ്ചാവ്രജ്യ കേശവം ഋഷോപഗൂഹം ഋഷോപഗൂഹമാനോമും ദദൃശേ അവസ്ഥിതം ബഹിഃ സ്വമായാസു തൻ്റെ മായയെല്ലാം നശിച്ചപ്പോൾ, വിനഷ്ടാസു ആ ഹിരണ്യാക്ഷന്റെ നശിച്ചപ്പോൾ, മായയെല്ലാം നശിച്ചപ്പോൾ കേശവം ഭഗവാനെ വീണ്ടും കോപത്തോടെ രുഷ അവ്രജ്യ സമീപിച്ചു. കോപത്തോടെ സമീപിച്ചിട്ട് അടക്കി കെട്ടിപ്പിടിച്ചു എങ്കിലും ഉപഗൂഹമാനഃ അടക്കി കെട്ടിപ്പിടിച്ചു എങ്കിലും അദ്ദേഹത്തെ പുറത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം ആ രോഷത്തേക്ക് അടക്കി പിടിച്ചു എങ്കിലും അദ്ദേഹത്തെ പുറത്തിങ്ങനെ നിൽക്കുന്നതായിട്ട്, ഭഗവാനെ പുറത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു എന്നർത്ഥം. അപ്പോഴത്തെ പദങ്ങൾ സ്വമായാസു തൻ്റെ മായയെല്ലാം, വിനഷ്ടാസു നശിച്ചപ്പോൾ, കേശവം ഭഗവാനെ, ഭൂയഃ വീണ്ടും, രുഷ കോപത്തോടെ, അവ്രജ്യ സമീപിച്ച്, ഉപഗൂഹമാനഃ അടക്കി കെട്ടിപ്പിടിച്ചു എങ്കിലും, അമും അദ്ദേഹത്തെ, ബഹിഃ പുറത്ത്, അവസ്ഥിതം നിൽക്കുന്നതായിട്ട്, ദദൃശേ കണ്ടു. ഒന്നുകൂടി പറയാം. സ്വമായാസു തൻ്റെ മായയെല്ലാം, വിനഷ്ടാസു നശിച്ചപ്പോൾ, കേശവം ഭഗവാനെ, ഭൂയഃ ച വീണ്ടും, രുഷ കോപത്തോടെ, അവ്രജ്യ സമീപിച്ച്, ഉപഗൂഹമാനഃ അടക്കി കെട്ടിപ്പിടിച്ചു എങ്കിലും, അമും അദ്ദേഹത്തെ, ബഹിഃ പുറത്ത്, അവസ്ഥിതം നിൽക്കുന്നതായിട്ട്, ദദൃശേ കണ്ടു. അപ്പോൾ അതിലത്തെ പദങ്ങള് സ്വമായാസു തൻ്റെ മായയെല്ലാം, വിനഷ്ടാസു നശിച്ചപ്പോൾ, കേശവം ഭഗവാനെ, ഭൂയഃ ച വീണ്ടും, രുഷ കോപത്തോടെ, അവ്രജ്യ സമീപിച്ച്, ഉപഗൂഹമാനഃ അടക്കിപ്പിടിച്ചുവെങ്കിലും, അമും അദ്ദേഹത്തെ, ബഹിഃ പുറത്ത്, അവസ്ഥിതം നിൽക്കുന്നതായിട്ട്, ദദൃശേ. പലത്തെ അന്വയം സ്വമായാസു വിനഷ്ടാസു കേശവം ഭൂയഃ ച രുഷ അവ്രജ്യ ഉപഗൂഹമാനഃ അമും ബഹിഃ അവസ്ഥിതം ദദൃശേ. എന്നുകൂടി പറയാം. സ്വമായാസു വിനഷ്ടാസു കേശവം ഭൂയഃ ച അവ്രജ്യ ഉപഗൂഹമാനഃ അമും ബഹിഃ അവസ്ഥിതം ദദൃശേ. തൻ്റെ മായയെല്ലാം നശിച്ചപ്പോൾ ഭഗവാനെ വീണ്ടും കോപത്തോടെ സമീപിച്ച് അടക്കിപ്പിടിച്ചു. അദ്ദേഹത്തെ പുറത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. തൻ്റെ മായയെല്ലാം നശിച്ചപ്പോൾ ഭഗവാനെ വീണ്ടും കോപത്തോടെ സമീപിച്ച് കോപമെല്ലാം അടക്കിപ്പിടിച്ചു എങ്കിലും അദ്ദേഹത്തെ പുറത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. മായകളെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെയും ഭഗവാനെ പ്രാപിച്ച് കോപത്തോടെ കൈകൾ കൊണ്ട് ഞെരിക്കുവാൻ ശ്രമിച്ചിട്ടും അതിൽപ്പെടാതെ പുറത്തു നിൽക്കുന്ന ഭഗവാനെ കണ്ടു. താൻ പ്രയോഗിച്ച മായകൾ നശിച്ചതായിട്ട് കണ്ടപ്പോൾ വീണ്ടും ഭഗവാന്റെ സമീപത്തിൽ ഓടിയെത്തി കോപത്തോടുകൂടി ഭഗവാനെ മാറോട് ചേർത്ത് അമർത്തിയെങ്കിലും ഭഗവാന്റെ കൈകളിൽ നിന്നും കുതറി പുറമേക്ക് വന്നു നിൽക്കുന്നത് കണ്ടു. ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ദൈത്യഃ സ്വമായാസു നഷ്ടാസു പുനഃ കേശവം പ്രാപ്യ. മായ ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ആ ഭഗവാനെ പ്രാപിച്ച് മുഷ്ടിർഭിർജഘാന കൈ മുഷ്ടികളെ കൊണ്ട് അദ്ദേഹത്തെ പ്രഹരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈത്യഃ സ്വമായാസു നഷ്ടാസു പുനഃ കേശവം പ്രാപ്യ മുഷ്ടിഭിർജഘാന. അടുത്ത ഇതിൽ പറയുന്നുണ്ടാവും. തം മുഷ്ടിഭിർ വിനിഘ്നന്ദം. കണ്ടു, മുഷ്ടി കൊണ്ട് അടിച്ചു. മുഷ്ടിഭിർ വിനിഘ്നന്ദം വജ്രസാരൈരഥോക്ഷജ. വജ്രത്തിന് സമാനം ആയിട്ടുള്ള മുഷ്ടി കൊണ്ട് അധോക്ഷജനെ ഭഗവാനെ ഇടിച്ചു. കരേണ കർണമൂലേ ഹന്യഥ ത്വാഷ്ട്രം മരുൾപതിഹി. വജ്രം പോലെ ആ കഠിനങ്ങളായിരിക്കുന്ന മുഷ്ടികൾ കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവനെ
ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ആണ്. അവനെ ആ ഭഗവാൻ കൈകൊണ്ട് കരണത്ത് വൃത്രനെ ആ ഇന്ദ്രൻ എന്ന പോലെ, ഇന്ദ്രൻ വൃത്രനെ എന്ന പോലെ അഹൻ പ്രഹരിച്ചു. തം മുഷ്ടിഭിർവിനിഘ്നന്തം വജ്രസാരൈരഥോക്ഷജ കരേണ കർണമൂലേ ഹന്യഥാ ത്വാഷ്ട്രം മരുൾപതി. വജ്രസാരൈഹി വജ്രം പോലെ കഠിനങ്ങളായിരിക്കുന്ന മുഷ്ടിഭിഹി മുഷ്ടികൾ കൊണ്ട് വിനിഘ്നന്തം ഇടിച്ചുകൊണ്ടിരിക്കുന്ന തം അവനെ അഥോക്ഷജ ആ ഭഗവാൻ കരേണ കൈകൊണ്ട് കർണമൂലേ കരണത്ത് മരുൾപതി ഇന്ദ്രൻ ത്വാഷ്ട്രം യഥാ വൃത്രനെ എന്ന പോലെ അഹൻ പ്രഹരിച്ചു. വജ്രസാരൈഹി വജ്രം പോലെ കഠിനങ്ങളായിരിക്കുന്ന മുഷ്ടിഭിഹി മുഷ്ടികൾ കൊണ്ട് വിനിഘ്നന്തം ഇടിച്ചുകൊണ്ടിരിക്കുന്ന തം അവനെ അഥോക്ഷജ ഭഗവാൻ കരേണ കൈകൊണ്ട് കർണമൂലേ കരണത്ത് മരുൾപതി ഇന്ദ്രൻ ത്വാഷ്ട്രം യഥാ വൃത്രനെ എന്ന പോലെ അഹൻ പ്രഹരിച്ചു. ഫലിതാന്വയം വജ്രസാരൈഹി മുഷ്ടിഭിഹി വിനിഘ്നന്തം തം അഥോക്ഷജ കരേണ കർണമൂലേ മരുൾപതി ത്വാഷ്ട്രം യഥാ അഹൻ. ഒന്നുകൂടി പറയാം. വജ്രസാരൈഹി മുഷ്ടിഭിഹി വിനിഘ്നന്തം തം അഥോക്ഷജ കരേണ കർണമൂലേ മരുൾപതി ത്വാഷ്ട്രം യഥാ അഹൻ. വജ്രം പോലെ ആ കഠിനങ്ങളായിരിക്കുന്ന ആ മുഷ്ടികൾ കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ഭഗവാൻ കൈകൊണ്ട് കരണത്ത് ഇന്ദ്രൻ വൃത്രനെ എന്ന പോലെ പ്രഹരിച്ചു. വജ്രം പോലെ കഠിനങ്ങളായിരിക്കുന്ന ആ മുഷ്ടികൾ കൊണ്ട് ആ ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ആ ഭഗവാൻ കൈകൊണ്ട് കരണത്ത് ഇന്ദ്രൻ വൃത്രനെ എന്ന പോലെ പ്രഹരിച്ചു. വജ്ര കഠോരങ്ങളായിരിക്കുന്ന മുഷ്ടികൾ കൊണ്ട് ഇടിക്കുന്നവനെ ഭഗവാൻ വൃത്രാസുരനെ ഇന്ദ്രനെ പോലെ കൈകൊണ്ട് കർണമൂലത്തിൽ പ്രഹരിച്ചു. വജ്രം പോലെ ആ ബലമേറിയ മുഷ്ടികൾ കൊണ്ട് ഇടിക്കുന്ന അവനെ ഭഗവാൻ വൃത്രാസുരനെ ഇന്ദ്രൻ എന്ന പോലെ കൈകൊണ്ട് ആ കർണമൂലത്തിൽ അടിച്ചു. തഥാ ഭഗവാൻ സ്വമുഷ്ടിന സ്വന്തം മുഷ്ടി കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തസ്യ കർണമൂലെ ആ ദൈത്യന്റെ കരണത്തേക്ക് ജഘാന അടിച്ചു. കരണത്ത് ഒരടി കൊടുത്തു. അടുത്ത ശ്ലോകം നോക്കാം. സ ആഹതോ വിശ്വജിതാഹ്യവജ്ഞയാ പരിഭ്രമദ്ഗാത്ര ഉദസ്തലോചനഃ വിശീർണബാഹു അംഘ്രിശിരോരുഹോപതദ്യഥാ നഗേന്ദ്രോ ലുളിതോ നഭസ്വത. സ ആഹതോ വിശ്വജിതാഹ്യവജ്ഞയാ പരിഭ്രമദ്ഗാത്ര ഉദസ്തലോചനഃ വിശീർണബാഹു അംഘ്രിശിരോരുഹോപതദ്യഥാ നഗേന്ദ്രോ ലുളിതോ നഭസ്വത. വിശ്വജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോകത്തെ എല്ലാം ജയിച്ച ആ ഭഗവാനാൽ അവജ്ഞയാഹി ലാഘവത്തോടെ വളരെ ലാഘവത്തോടെ ആഹതഃ അടിക്കപ്പെട്ടു. അങ്ങനെയുള്ള ആ ദൈത്യൻ സഹ ആഹതോ വിശ്വജിത്തോ അവജ്ഞയാ അവൻ പരിഭ്രമഗാത്ര ചുറ്റിത്തിരിയുന്ന ശരീരത്തോടും ഉദസ്തലോചന തുറിക്കപ്പെട്ട കണ്ണുകളോടും കൂടി വിശീർണബാഹും ഘൃശിരോരുഹ ആ ചിന്നിച്ചിതറിയ കൈകാലുകളോടും തലമുടിയോടും കൂടിയവനായിട്ട് കാറ്റിനാൽ നഭസ്വത കാറ്റിനാൽ കടപുഴക്കപ്പെട്ട ആ വൻമരം പോലെ ലുളിതഃ നഗേന്ദ്രാഹ യഥാ വൻമരം പോലെ അപതൽ മറിഞ്ഞു വീണു. വിശ്വജിത ലോകങ്ങളെല്ലാം ജയിച്ച ഭഗവാനാൽ അവജ്ഞയാഹി ലാഘവത്തോടെ ആഹതഃ അടിക്കപ്പെട്ട സഹ ഭഗവാൻ അടിക്കപ്പെട്ട അവൻ ആ ദൈത്യൻ ചുറ്റിത്തിരിഞ്ഞ ശരീരത്തോടും ആ തുറിച്ച കണ്ണുകളോടും കൂടിയിട്ട് ആ ചിന്നിച്ചിതറിയിരിക്കുന്ന കൈകാലുകളോടും തലമുടിയോടും ഒക്കെ കൂടി
ആ കാറ്റിനാൽ അങ്ങനെ കടപുഴക്കപ്പെട്ട ആ വൻമരം പോലെ അവിടെ മറിഞ്ഞു വീണു. അപ്പൊ ഇതിലത്തെ പദങ്ങൾ നോക്കിക്കോളൂ. വിശ്വജിത, ലോകങ്ങളെല്ലാം ജയിച്ച ഭഗവാനാൽ, അവജ്ഞയാഹി, ലാഘവത്തോടെ, ആഹതഃ, അടിക്കപ്പെട്ട, സഹ, അവൻ, പരിഭ്രമദ്ഗാത്ര, ചുറ്റിത്തിരിഞ്ഞ ശരീരത്തോടും, ഉദസ്തലോചന, ഉദിച്ച കണ്ണുകളോടും, വിശീർണബാഹ്വം ഘൃശിരോരുഹ, ചിന്നിച്ചിതറിയ ആ കൈകാലുകളോടും, തലമുടിയോടും കൂടിയവനായിട്ട്, നഭസ്വത, കാറ്റിനാൽ, ലുളിത, കടപുഴക്കപ്പെട്ട, നഗേന്ദ്രഹ യഥ, വൻമരം പോലെ, അപതൽ, മറിഞ്ഞു വീണു. ഒന്നുകൂടി പറയാം. വിശ്വജിത, ലോകങ്ങളെല്ലാം ജയിച്ച ഭഗവാനാൽ, അവജ്ഞയാഹി, ലാഘവത്തോടെ, ആഹതഃ, അടിക്കപ്പെട്ട, സഹ, അവൻ, പരിഭ്രമദ്ഗാത്ര, ചുറ്റിത്തിരിഞ്ഞ ശരീരത്തോടും, ഉദസ്തലോചന, തുറിച്ച കണ്ണുകളോടും, വിശീർണബാഹ്വം ഘൃശിരോരുഹ, ചിന്നിച്ചിതറിയ കൈകാലുകളോടും, തലമുടിയോടും കൂടിയവനായിട്ട്, നഭസ്വത, കാറ്റിനാൽ, ലുളിതഃ, കടപുഴക്കപ്പെട്ട, നഗേന്ദ്രഹ യഥ, വൻമരം പോലെ, അപതത്, മറിഞ്ഞു വീണു. ഇതിലത്തെ ആ അന്വയം: വിശ്വജിത അവജ്ഞയാഹി ആഹതഃ സഹ പരിഭ്രമദ്ഗാത്രഃ ഉദസ്തലോചനഃ വിശീർണബാഹ്വം ഘൃശിരോരുഹഃ നഭസ്വതാ ലുളിതാ നഗേന്ദ്രഃ യഥാ അപതൽ. ഒന്നുകൂടി പറയാം. വിശ്വജിത അവജ്ഞയാഹി ആഹതഃ സഹ പരിഭ്രമദ്ഗാത്രഃ ഉദസ്തലോചനഃ വിശീർണബാഹ്വം ഘൃശിരോരുഹഃ നഭസ്വതാ ലുളിതഃ നഗേന്ദ്രഃ യഥാ അപതൽ. ആ ലോകങ്ങളെല്ലാം ജയിച്ച ഭഗവാനാൽ ലാഘവത്തോടെ അടിക്കപ്പെട്ട അവൻ ചുറ്റിത്തിരിഞ്ഞ ശരീരത്തോടും തുറിച്ച കണ്ണുകളോടും ചിന്നിച്ചിതറിയ കൈകാലുകളോടും തലമുടിയോടും കൂടിയവനായിട്ട് കാറ്റിനാൽ കടപുഴക്കപ്പെട്ട വൻമരം പോലെ മറിഞ്ഞു വീണു. ഇവിടെ പറയാം. ലോകങ്ങളെല്ലാം ജയിച്ച ഭഗവാനാൽ ലാഘവത്തോടെ അടിക്കപ്പെട്ട അവൻ, ആ ദൈത്യൻ, ചുറ്റിത്തിരിഞ്ഞ ശരീരത്തോടും തുറിച്ച കണ്ണുകളോടും ചിന്നിച്ചിതറിയ കൈകാലുകളോടും തലമുടിയോട് കൂടിയവനായിട്ട് കാറ്റിനാൽ ആ കടപുഴക്കപ്പെട്ട ആ വൻമരം പോലെ മറിഞ്ഞു വീണു. വിശ്വവിജയിയായിരിക്കുന്ന ഭഗവാനാൽ നിസ്സാരഭാവത്തിൽ അടിക്കപ്പെട്ട അവൻ ഇളകുന്ന ശരീരത്തോടും തുറിച്ച കണ്ണുകളോടും പരത്തിയ കൈകാലുകൾ, മുടി എന്നിവയോടും കൂടിയവനായിട്ട് വായുവിനാൽ പുഴക്കപ്പെട്ട മഹാവൃക്ഷം പോലെ താഴെ പതിച്ചു. ലോകത്തെ മുഴുവനും ജയിക്കുന്ന ആ ഭഗവാൻ ലീലയോടുകൂടെ ചെയ്ത ആ താടനം ഏറ്റിട്ട് വട്ടം ചുറ്റിത്തിരിഞ്ഞ ആ അസുരന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ച് കൈകളാൽ തലമുടി മുതലായ ഭാഗങ്ങൾ ചിന്നിച്ചിതറി കൊടുങ്കാറ്റിൽ വേരോടുകൂടി പുഴകിയ മരമെന്ന പോലെ ആ ദൈത്യൻ ഭൂമിയിലേക്ക് മറിഞ്ഞു വീണു. തേന പ്രഹാരേണ ഭ്രമദ്ഗാത്രോ, ആ ഭഗവാന്റെ പ്രഹരം കൊണ്ട് ആ ശരീരം അങ്ങനെ തിരിഞ്ഞു. ഭ്രമദ്ഗാത്രോ നിർഗത ലോചനോ, കണ്ണൊക്കെ പുറത്തേക്ക് തുറിച്ചു തള്ളി. വിശീർണ ബാഹു, ആ വിസ്താരം ഏറിയിരിക്കുന്ന ബാഹുക്കളും ആ കൈകളും കാലുകളും, അംഘ്രി ശിരോരുഹോ, ശിരസും ഒക്കെ ആയിട്ട് ദൈത്യോ ഭൂമൗ പപാത്, ആ ദൈത്യൻ ഭൂമിയിലേക്ക് പതിച്ചു. എന്നൂടി പറയാം. തേന പ്രഹാരേണ ഭ്രമദ്ഗാത്രോ നിർഗതലോചനോ വിശീർണബാഹുവംഘ്രി ശിരോരുഹോ ദൈത്യോ ഭൂമൗ പപാത്, ഭൂമിയിൽ ദൈത്യൻ പതിച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ദിതി തന്റെ ഭർത്താവ് പറഞ്ഞതോർത്ത് അത്യന്തം വ്യസനിച്ചു. അവരുടെ സ്തനങ്ങളിൽ നിന്നും രക്തം ഒഴുകുകയും ചെയ്തു. തന്റെ മായാപ്രയോഗം വിഫലമായത് കണ്ട ഹിരണ്യാക്ഷൻ ഓടി വന്ന് ഭഗവാനെ മാറോട് അമർത്തി. ഭഗവാൻ കുതറിപ്പുറത്തു ചാടി വജ്രസമാനമായിരിക്കുന്ന തന്റെ മുഷ്ടി കൊണ്ട് ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ ഇടിച്ചപ്പോൾ ഇന്ദ്രൻ വൃത്രനെ എന്ന പോലെ ഭഗവാൻ ഹിരണ്യാക്ഷന്റെ കർണമൂലത്തിൽ അടിച്ചു. ഈ പ്രപഞ്ചം മുഴുവനും കീഴടക്കിയ ഭഗവാന്റെ താടനം, ആ താടനം വലിയ ബലപ്രയോഗം കൂടാത്തതായിരുന്നു. എങ്കിലും അതേറ്റ അസുരൻ ചുറ്റിത്തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ പുറത്തു ചാടി, കൈകാലുകളും മുടിയും ചിന്നിച്ചിതറി. കാറ്റിനാൽ പുഴക്കപ്പെട്ട ഒരു വൻമരം പോലെ നിലംപതിച്ചു. അതോടെ മരിക്കുകയും ചെയ്തു.
നഗം എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം. വൃക്ഷം എന്നും അർത്ഥമുണ്ട്. ഇവിടെ അതാണ്. നഗോ മഹീരുഹേ ശൈലേ ഭാസ്കരേ പവനാശനേ എന്ന് ഹൈമകോശത്തിൽ. നഭസ് എന്നാൽ ആകാശം, നഭസ്വാൻ എന്നാൽ ആകാശം, ആശ്രയമായവൻ അഥവാ വായു. സന്ദർഭാനുസാരേണ ശക്തിയായ കാറ്റ്. നഭസ്വാദപവന നഭസ്വദ്വാതപവന അപവമാന പ്രഭഞ്ജനാഹ. അമരകോശത്തിൽ പറയണ സപ്തദ്വീപുകളിൽ ഒന്നായിട്ടുള്ള പ്ലക്ഷദ്വീപിലെ കുലപർവ്വതങ്ങളിൽ ഏഴാമത്തേതായിട്ടുള്ള ഋഷഭപർവ്വതത്തിലാണ് ഹിരണ്യാക്ഷൻ മരിച്ചു വീണതെന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു. സപ്തദ്വീപുകളിൽ ഒന്നായിട്ടുള്ള പ്ലക്ഷദ്വീപത്തിലെ കുലപർവ്വങ്ങളിൽ ഏഴാമത്തേതായിട്ടുള്ള ഋഷഭപർവ്വതത്തിലാണ് ഹിരണ്യാക്ഷൻ മരിച്ചു വീണതെന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത്. ഷഷ്ഠസ്തു സുവനാനാമ സപ്തമർഷഭ ഉച്യതേ ഹിരണ്യാക്ഷോ വരാഹേണ തസ്മിൻ ശൈലേ നിഷ്ഠദിതഃ ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത 27ാമത്തെ ശ്ലോകം. ക്ഷിതൗ ശയാനം തഹ കുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദംഷ്ട്രദച്ഛദം അജാദയോ വീക്ഷ്യ ശശംസുരാഗത അഹോ ഇമാം കോ नु ലഭേത സംസ്ഥിതിം. ക്ഷിതൗ ശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛദം അജാദയോ വീക്ഷ്യ ശശംസുരാഗത അഹോ ഇമാം കോ नु ലഭേത സംസ്ഥിതി. അകുണ്ഠവർച്ചസ എന്ന് പറഞ്ഞാൽ തേജസ്സിന് മങ്ങലേക്കാതെ ആ ഭയങ്കരങ്ങളായിട്ടുള്ള ദംഷ്ട്രകളോടും പരിദഷ്ടദച്ഛദം ആ കടിച്ചു പിടിച്ച ചുണ്ടുകളോടും കൂടി ഭൂമിയിൽ വീണ് കിടക്കുന്ന അവനെ കണ്ടിട്ട് ആശ്ചര്യം തന്നെ. ഇത്തരം ആ സംസ്ഥിതി അന്ത്യം ഏതൊരാൾക്ക് ലഭിക്കുന്നു അവിടെ വന്ന് ആ ബ്രഹ്മാദികളെല്ലാവരും അജാദേഹ ശശംസുഹു ആ ഹിരണ്യാക്ഷനെ പുകഴ്ത്തി. ആ ഭഗവാന്റെ കയ്യിൽ നിന്നും മടിയേറ്റ് മരിച്ച ആ ദൈത്യന്റെ ഭാഗ്യത്തെ ഓർത്ത് അവിടെ വന്ന് കണ്ട ആ ദേവന്മാര് ആ ഹിരണ്യാക്ഷനെ സ്തുതിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. ക്ഷിതൗ ശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛദം അജാദയോ വീക്ഷ്യ ശശംസുരാഗത അഹോ ഇമാം കോ नु ലഭേത സംസ്ഥിതി. ഇതിലത്തെ പദങ്ങൾ അകുണ്ഠവർച്ചസം തേജസ്സിന് മങ്ങലേൽക്കാതെ, കരാളദംഷ്ട്രം ഭയങ്കര ദംഷ്ട്രകളോടും, പരിദഷ്ടദച്ഛദം കടിച്ചു പിടിച്ച ചുണ്ടുകളോടും, ക്ഷിതൗ ഭൂമിയിൽ, ശയാനം വീണുകിടക്കുന്ന, തം അവനെ, വീക്ഷ്യ കണ്ട്, അഹോ ആശ്ചര്യം തന്നെ, ഇമാം ഇത്തരം സംസ്ഥിതി, ഇമാം ഇത്തരം സംസ്ഥിതിം അന്ത്യം, കഹ नु ഏതൊരാൾക്ക്, ലഭേത ഇതി ലഭിക്കുന്നു എന്ന്, ആഗതാഹ അവിടെ വന്ന, അജാദയഃ ബ്രഹ്മാദികൾ, ശശംസുഹു പുകഴ്ത്തി. ഒന്നുകൂടി പറയാം. അകുണ്ഠവർച്ചസം തേജസ്സിന് മങ്ങലേൽക്കാതെ, കരാളദംഷ്ട്രം ഭയങ്കര ദംഷ്ട്രകളോടും, പരിദഷ്ടദച്ഛദം കടിച്ചു പിടിച്ച ചുണ്ടുകളോടും, ക്ഷിതൗ ഭൂമിയിൽ, ശയാനം വീണുകിടക്കുന്ന, തം അവനെ, വീക്ഷ്യ കണ്ടിട്ട്, അഹോ ആശ്ചര്യം തന്നെ, ഇമാം ഇത്തരം, സംസ്ഥിതിം അന്ത്യം, കഹ नु ഏതൊരാൾക്ക്, ലഭേത ഇതി ലഭിക്കുന്നു എന്ന്, ആഗതാഹ അവിടെ വന്ന, അജാദയഃ ബ്രഹ്മാദികൾ, ശശംസുഹു പുകഴ്ത്തി. അതിലത്തെ അന്വയം. അകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛദം ക്ഷിതൗ ശയാനം തം വീക്ഷ്യ അഹോ ഇമാം സംസ്ഥിതിം കഹ नु ലഭതേ ഇതി ആഗതാഹ. എന്നുകൂടി പറയാം. അകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദച്ഛദം ക്ഷിതൗ ശയാനം തം വീക്ഷ്യ അഹോ ഇമാം സംസ്ഥിതിം കഹ नु ലഭേത ഇതി ആഗതാഹ അജാദയഃ ശശംസുഹു.
ആഗതാഹ അജാതയഃ ശശംസുഹു എന്നുണ്ട്. അപ്പോൾ തേജസ്സിന് മങ്ങലേൽക്കാതെ ആ ഭയങ്കരാങ്ങളായിട്ടുള്ള ദംഷ്ട്രകളോടും കടിച്ചു പിടിച്ച ചുണ്ടുകളോടും ആ ഭൂമിയിൽ വീണ് കിടക്കുന്നതായിരിക്കുന്ന ആസുരനെ കണ്ടിട്ട് അഹോ ആശ്ചര്യം തന്നെ, ഇത്തരം സ്ഥിതി ആ അന്ത്യം ഏതൊരാൾക്ക് ലഭിക്കുന്നുവോ അങ്ങനെയുള്ള ആ ഹിരണ്യാക്ഷനെ ആ ബ്രഹ്മാദികളെ അങ്ങനെ പുകഴ്ത്തി. ഭൂമിയിൽ വീണ് കിടക്കുന്നവനും എന്നാലും അതുല്യ തേജസ്സാർന്നവനും ഭയങ്കര ദംഷ്ട്രകളുള്ളവനും ചുണ്ട് കടിച്ചവനുമായിരിക്കുന്ന ഹിരണ്യാക്ഷനെ കണ്ട് അവിടെ വന്നു ചേർന്ന ബ്രഹ്മാദികളെല്ലാം തന്നെ അത്ഭുതം, ഭഗവാന്റെ കൈകൊണ്ട് ഇപ്രകാരം ആർക്കു മരണം കിട്ടും എന്നിങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു. ഭയങ്കര ദംഷ്ട്രകളോട് കൂടിയവനും ഓഷ്ഠത്തെ ബലമായി അമർത്തി കടിച്ചിരിക്കുന്നതുമായിരിക്കുന്ന അസുരൻ ഭൂമിയിൽ വീണുകിടക്കുമ്പോഴും ഭഗവാന്റെ കരസ്പർശത്തിൽ നിന്നും സിദ്ധിച്ചതായിരിക്കുന്ന തേജസ് അവനിൽ വിളങ്ങുന്നുണ്ടായിരുന്നു. അതിനെ കണ്ടറിഞ്ഞ ആ ബ്രഹ്മാദി ദേവന്മാര് ആശ്ചര്യം തന്നെ, ഇപ്രകാരമുള്ള മരണം ആർക്കും ലഭിപ്പാൻ സാധിക്കും എന്ന് പറഞ്ഞ് ആ ഹിരണ്യാക്ഷനെ അവിടെ സ്തുതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തഥാ ബ്രഹ്മാദയോ ദേവാസ്തത്രൈത്യക്ഷിതൗ പതിതം ദൈത്യം വീക്ഷ്യ ശശംസുഹു. അപ്പം അവിടെ ആ ബ്രഹ്മാദിദേവന്മാര് തഥോ ബ്രഹ്മാദയോ ബ്രഹ്മാദിദേവന്മാർ ദേവാസ്ത്രൈവ എല്ലാവരും ക്ഷിതൗ ഭൂമിയിൽ പതിതം ദൈത്യം ഭൂമിയിൽ പതിച്ചു കിടക്കുന്ന ദൈത്യനെ വീക്ഷ്യ നോക്കി ശശംസുഹു പ്രശംസിച്ചു. തഥാ ബ്രഹ്മാദയോ ദേവാസ്തത്രൈത്യ ക്ഷിതൗ പതിതം ദൈത്യം വീക്ഷ്യ ശശംസുഹു. അപ്പൊ 28ാമത്തെ ശ്ലോകം. യം യോഗിനോ യോഗസമാധിനാരഹോ ധ്യായന്തി ലിംഗാദസതോ മുമുക്ഷയാ തസ്യേഷ ദൈത്യഋഷഭപദാതോ മുഖം പ്രപശ്യം സ്തനുമുത്സസർജഃ. യം യോഗിനോ യോഗസമാധിനാരഹോ ധ്യായന്തി ലിംഗാദസതോ മുമുക്ഷയാ തസ്യേഷ ദൈത്യഋഷഭപദാതോ മുഖം പ്രപശ്യം സ്തനുമുത്സസർജഃ. യോഗികള് അവിദ്യാകൽപിതമായിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ യോഗസമാധിയാൽ ആ ഈശ്വരനെ ഏകാന്തത്തിൽ ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ പാദത്താൽ നിഗ്രഹിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലുകളാൽ നിഗ്രഹിക്കപ്പെട്ട ആ ദൈത്യഋഷഭൻ ആ അസുരശ്രേഷ്ഠൻ ആ ശ്രീമുഖത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ചു. വളരെ ആശ്ചര്യം തന്നെ എന്ന് പറയുകയാണ്. യം യോഗിനോ ആരെയാണോ യോഗികള് യോഗസമാധിനാരഹോ യോഗസമാധി കൊണ്ട് ധ്യായന്തി ധ്യാനിക്കുന്നത് ലിംഗാദസതോ മുമുക്ഷയാ ആ മോചനം ലഭിപ്പാനായിട്ട് ശരീരം കൊണ്ടും ഒക്കെ ഈശ്വരനെ ഏകാന്തതയിൽ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയുള്ള അവർ ആ ഭഗവാൻ തസ്യേഷ ദൈത്യഋഷഭ അങ്ങനെയുള്ള ആ ഭഗവാന്റെ പദങ്ങൾ കൊണ്ട് കാലിൻ്റെ അടിയേറ്റിട്ട് ദൈത്യഋഷഭാസുരശ്രേഷ്ഠൻ ഹതോ ആ മുഖത്തോട് മുഖം ഭഗവാനെ കണ്ടുകൊണ്ട് പ്രപശ്യം സ്തനുമുത്സസർജ ആ ഭഗവാനെ കണ്ടുകൊണ്ട് സ്വന്തം തനുവിനെ അവിടുന്ന് ഉത്സസർജ ഉപേക്ഷിച്ചു. അത് ആശ്ചര്യം തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ യോഗികൾ അസതഃ അവിദ്യാകൽപിതമായ ലിംഗ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് മുമുക്ഷയ മോചനം ലഭിക്കാനായിട്ട് യോഗസമാധിയാൽ യം യാതൊരു ഈശ്വരനെ രഹഃ ഏകാന്തതയിൽ ധ്യാനിക്കുന്നുവോ തസ്യ അദ്ദേഹത്തിൻ്റെ പാദത്താൽ ഹതഃ നിഗ്രഹിക്കപ്പെട്ട ഏഷഃ
ഈ ദൈത്യഋഷഭ അസുരശ്രേഷ്ഠൻ മുഖം ശ്രീമുഖത്തെ പ്രപശ്യൻ കണ്ടുകൊണ്ട് തനും ദേഹം ഉത്സസർജ ഉപേക്ഷിച്ചു. ആശ്ചര്യം തന്നെ. ഒന്നുകൂടി പറയാം. യോഗിനാം യോഗികൾ അസതഃ അവിദ്യാകൽപിതമായിരിക്കുന്ന ലിംഗ ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് മുമുക്ഷയാ മോചനം ലഭിപ്പാൻ ഇച്ഛിച്ചിട്ട് യോഗസമാധിന യോഗസമാധിയാൽ യം യാതൊരു ഈശ്വരനെ രഹഃ ഏകാന്തതയിൽ ധ്യായന്തി ധ്യാനിക്കുന്നുവോ തസ്യ അദ്ദേഹത്തിൻ്റെ പദ അപാദത്താൽ ഹതഃ നിഗ്രഹിക്കപ്പെട്ട ഏഷഃ ഈ ദൈത്യ ഋഷഭൻ അസുരശ്രേഷ്ഠൻ അർത്ഥം. മുഖം ശ്രീമുഖത്തെ പ്രപശ്യൻ കണ്ടുകൊണ്ട് തനും ദേഹം ഉത്സസർജ ഉപേക്ഷിച്ച് പോയി. ആശ്ചര്യം. പദത്തെ ആ അന്വയം. യോഗിനഃ അസതഃ ലിംഗാത് മുമുക്ഷയാ യോഗസമാധിന യം രഹഃ ധ്യായന്തി തസ്യ പദാ ഹതഃ ഏഷഃ ദൈത്യഋഷഭഃ മുഖം പ്രപശ്യൻ തനും ഉത്സസർജ. ഒന്നുകൂടി പറയാം. യോഗികൾ യോഗിനഃ അസതഃ ലിംഗാത് മുമുക്ഷയാ യോഗസമാധിന യം രഹഃ ധ്യായന്തി തസ്യ പദാ ഹതഃ ഏഷഃ ദൈത്യഋഷഭഃ മുഖം പ്രപശ്യൻ തനും ഉത്സസർജ. യോഗികൾ അവിദ്യാകൽപിതമായിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മോചനം ലഭിപ്പാനായിട്ട് യോഗസമാധിയാൽ യാതൊരു ഈശ്വരനെ ഏകാന്തതയിൽ ധ്യാനിക്കുന്നുവോ അദ്ദേഹത്തിൻ്റെ ആ പാദത്താൽ നിഗ്രഹിക്കപ്പെട്ട ഈ ദൈത്യൻ അസുരശ്രേഷ്ഠൻ ആ ശ്രീമുഖത്തെ കണ്ടുകൊണ്ട് ദേഹം ഉപേക്ഷിച്ചു. അത് വളരെ ആശ്ചര്യകരം ആയിരിക്കുന്നു. യോഗികൾ അവിദ്യാകൽപിതമായിട്ടുള്ള സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മോചനം ലഭിപ്പാനായിട്ട് യോഗസമാധിയാൽ യാതൊരു ഈശ്വരനെ ഏകാന്തത്തിൽ ധ്യാനിക്കുന്നുവോ അദ്ദേഹത്തിൻ്റെ പാദത്താൽ നിഗ്രഹിക്കപ്പെട്ട ഈ ദൈത്യഋഷഭൻ അസുരശ്രേഷ്ഠൻ ശ്രീമുഖത്തെ നേരിൽ കണ്ടുകൊണ്ട് ദേഹം ഉപേക്ഷിച്ചു. ആശ്ചര്യം തന്നെയാവുന്നു. ആ യോഗികൾ അജ്ഞാനകൽപിതമായിരിക്കുന്ന ലിംഗദേഹത്തിൽ നിന്ന് ആ മുക്തി നേടാനുള്ള ആഗ്രഹത്താൽ യാതൊരാളെ നിരന്തരം ധ്യാനം ചെയ്തുകൊണ്ട് ഏകാന്തത്തിൽ ചിന്തിക്കുന്നുവോ ഈ അസുരശ്രേഷ്ഠൻ ആ ഭഗവാന്റെ പാദത്താൽ ഹനിക്കപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടും ദേഹം ത്യജിച്ചു. അഭിമാനരൂപം ആയിരിക്കുന്ന ആ ലിംഗശരീരത്തിൽ നിന്നും മോചനം കിട്ടുവാനുള്ള ആഗ്രഹത്താൽ അഷ്ടാംഗയോഗം ശീലിച്ചിരിക്കുന്ന യോഗികൾ യാതൊരുവനെ സമാധിയിൽ ധ്യാനിക്കുന്നുവോ ആ ദേവന്റെ പാദം കൊണ്ടുള്ള അടിയേറ്റ് മുഖം ദർശിച്ചുകൊണ്ട് ദേഹം ഉപേക്ഷിച്ചതായിട്ടുള്ള അസുരാധിപന്റെ ഭാഗ്യം എന്തൊരാശ്ചര്യം എന്നിങ്ങനെ പറഞ്ഞു. ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. തഥാ ബ്രഹ്മാദയോ ദേവാസ്തത്രൈത്യക്ഷിതൗ പതിതം ദൈത്യം വീക്ഷ്യ ശശംസു എന്ന് പറഞ്ഞു. അഹോ ഇമം മൃത്യും കോ ലഭേത. അത്ഭുതം തന്നെ. ഇദ്ദേഹത്തിന് മൃത്യു എങ്ങനെ ലഭിക്കും? അഹോ അസ്യ ഭാഗ്യം കിം വർണ്ണനീയം. ഇവന്റെ ഭാഗ്യം എങ്ങനെ വർണ്ണിക്കാനാവും? യോഗിനോ യോഗികൾ യോഗസമാധി കൊണ്ട് ധ്യാനിക്കുന്ന തസ്യ ആ മുഖം പ്രപശ്യൻ നേരിൽ കണ്ടുകൊണ്ടാണ് തനും വിസസർജ സ്വന്തം ശരീരത്തെ ആ ദൈത്യൻ അവിടെ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ അഹോ അസ്യ ഭാഗ്യം അഹോ ഇമം മൃത്യും കോലഭേദ അഹോ അസ്യ ഭാഗ്യം കിം വർണ്ണനീയം യം യോഗിനോ യോഗസമാധിന ധ്യായന്തി തസ്യ മുഖം പ്രപശ്യൻ തനും വിസസർജ. യോഗികൾ യോഗസമാധി കൊണ്ട് കാണാൻ കൊതിക്കുന്ന മുഖത്തെ നേരിൽ കണ്ടുകൊണ്ട് ആണ് ആ ഹിരണ്യാക്ഷന്റെ അന്ത്യം. അപ്പോൾ അത് എത്രയോ ഭാഗ്യം ഉള്ള ജീവനാണെന്ന് അർത്ഥം. ഹരേ കൃഷ്ണ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.